പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പകല് ചില കാര്യങ്ങൾ ചിന്തിച്ചു. കൊലോസ്യ ലേഖനം ഈടുറ്റ ലേഖനമാണ്. ഓരോ അധ്യായത്തിലും പ്രധാനമായി പല വിഷയത്തിൽ സുബിന പാടൂടെ കൊണ്ടുവരുന്നത് നല്ലതായിരുന്നത്. വണ്ടിക്കകത്തിരുന്ന ഇവിടെ ശബ്ദം കേൾക്കുമോ? അപ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ കാര്യം രേഖപ്പെടുത്തിയിരിക്കുക. ഒന്നാം അധ്യായത്തിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അങ്ങനെ ആക്കി വെച്ച നിങ്ങൾ ഈ പരുവത്തിൽ ഇരിക്കരുത്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അല്ലേലിയ അല്ല പറയണ്ടേ. സന്തോഷത്തോടെ വായിച്ച 1:12-13 പെട്ടെന്ന് വായിര്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത സന്തോഷത്തോടെ സ്തോത്രം ചെയ്തോണം. നിരാശപ്പെടരുത്, പതറരുത്, ചഞ്ചലിക്കരുത്, ആകുല ചിന്തയോട് ഇരിക്കരുത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തോണം. കാലമുണ്ട് കാലുമണ്ട. എനിക്ക് വളരെ നിർബന്ധമാണ് യോഗത്തിന്. പിള്ളേരാന്തേലും വലിയവരാന്തേലൊക്കെ അവിടെ നല്ല ചിട്ടയിലാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സഭകളിലൊന്നും പാസ്റ്റർമാർക്ക് പറയാനൊക്കെ എത്തില്ല. ഉടനെ പാസ്റ്ററുടെ നേരെ കൊമ്പ് കോർക്കും. ഞാനെൻ്റെ പരുവത്തിന് പറഞ്ഞോളാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലതാണ്. ബാല്യത്തിലെ അങ്ങോട്ട് കൊണ്ടുവന്നേ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പം ശ്രദ്ധിക്കുക, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഒന്നാം അധ്യായത്തിൽ. രണ്ടാം അധ്യായത്തിൽ 2 കാര്യം പറഞ്ഞു. ആരും നിങ്ങളെ വിധിക്കരുത്, നിങ്ങളുടെ ബിരുദം തെറ്റരുത്. സ്തോത്രം. ബിരുദൊന്നും തെറ്റരുത്. തെറ്റിക്കാൻ നോക്കും, തെറ്റാൻ സാധ്യതയുണ്ട്. മനഃപൂർവ്വമായി നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നവരും ഉണ്ട്. നിരാശപ്പെട്ട് പതറരുത്, ബിരുദം തെറ്റരുത്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചോണം, അന്വേഷിച്ചോണം, ധ്യാനിച്ചോണം. മുകളിലുള്ള വിഷയം മഹത്തകരമായത്, ശ്രേഷ്ഠമായത് ഭൂമിയിലുള്ളതല്ല. ഇടയ്ക്ക് കയറി പറയാം, ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിച്ചും ചിന്തിച്ചും ആശ്രയിച്ചും അതിൽ മോദിച്ചും പോയാൽ ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നോളും. മനസ്സിലായോ? അതിന് പ്രഥമസ്ഥാനം കൊടുത്തു പോയാൽ ഇവിടെ ആവശ്യമുള്ളതെല്ലാം ദൈവം നിനക്ക് തരും. ദൈവം വിശ്വസ്തൻ. സ്തോത്രം. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുക, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നോണം. അതാ നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് വരിക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥന മുടങ്ങിയാലുള്ള കുഴപ്പടി പകലുള്ള ചിന്തിച്ചതാ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇനി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ആരൊക്കെ പ്രാർത്ഥിക്കണം? മേളിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ 6 ഗ്രൂപ്പുകാരോടാ പറയുന്നത് പ്രാർത്ഥിക്കണമെന്ന്. 3-18 ഉറക്കെ വായിക്കണം. ഭാര്യമാര് 3-19, ഭർത്താക്കന്മാര് 3-20, മക്കളെ 3-21, പിതാക്കന്മാരെ 3-22, ദാസന്മാരെ 4-1, യജമാനന്മാരെ. അപ്പൊ ശ്രദ്ധിച്ച് ബാബുച്ചന്റെ കണ്ണാടി ശരിയായോ? ഒരുവിധം ആട്ടെ. ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അങ്ങനെ പ്രയോഗം. എന്നാലും വായിച്ചല്ലോ, നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ
ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് അവിടെ വിളിച്ചു. 3:18 ഭാര്യമാരെ വിളിച്ചു, 3:19 ഭർത്താക്കന്മാരെ വിളിച്ചു, പിന്നെ മക്കളെ വിളിച്ചു, പിതാക്കന്മാരെ വിളിച്ചു, ദാസനെ വിളിച്ചു, യജമാനനെ വിളിച്ചു. അപ്പൊ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചിരിക്കുക: ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ, ദാസൻ, യജമാനൻ. ഇന്ന് ഈ 6 ഗ്രൂപ്പിൽപ്പെട്ടവരും ഈ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ട്. വിശേഷിച്ച് ദൈവസഭയ്ക്കകത്ത് ഒന്നെങ്കിൽ ഭാര്യയുടെ വശം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നില, അല്ലെങ്കിൽ മക്കളുടെ നിലപാട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ പിതാക്കന്മാരുടെ വശം, ഒന്നുകിൽ ദാസൻ അല്ലെങ്കിൽ യജമാനൻ. അപ്പോൾ സകല ആൾക്കാരോടും ആ പൗലോസ് പറഞ്ഞ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ. പ്രാർത്ഥനയെല്ലാം നീ വെമ്പളക്ക് കൊടുത്തേച്ച് നീ ഇങ്ങനെ ഉണ്ടയിട്ട് നടക്കരുതെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവൾ പ്രാർത്ഥനക്കാരി ആയതുകൊണ്ടായി കല്യാണം. മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥനയെല്ലാം അവൾക്ക് കൊടുത്തേച്ച് നീ മൊബൈലിൽ കൊഞ്ഞണം കുത്തിയിരിക്കുക. അവളിരുന്ന് ചിലടത്ത് തിരിച്ചാ, ഞങ്ങളുടെ അച്ചായൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, നിനക്കെന്നാ പണി? നല്ലൊരു അച്ചായനാ, പ്രാർത്ഥിക്കുന്നൊരു അച്ചായന, ഞാൻ എന്നാ പറഞ്ഞാലും അച്ചായൻ ആനക്കാരൻ പോകുമ്പോൾ നടക്കുക. ആന പോകുമ്പോൾ ആനക്കാരൻ അങ്ങനല്ലേ വടിയായിട്ട് ആനയുടെ പുറകെ. സകലരും പ്രാർത്ഥിക്കണം. ഭാര്യയും പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, മക്കളെല്ലാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെല്ലാം അപ്പനും അമ്മയ്ക്കും കൊടുത്തേച്ച് നിങ്ങൾ ആമേൻ സ്തോത്രം വേറെ സൈഡ് ബിസിനസ്സിന് പോകരുതെന്നാ. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ? ഇല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലേ? അവനും അറിയാൻ മേല, നിനക്കറിയോ? ആടോ, നിനക്കേലും അറിയാവല്ലോ. കുറ്റമല്ല, ഈ കുഞ്ഞുങ്ങളെയൊക്കെ അത് ശീലിപ്പിക്കണം. ഞാൻ തിരുവല്ലായിലെ ഹബ്രോൻ ചർച്ചിലെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് ശീലിപ്പിക്കും. പ്രാർത്ഥിക്കാൻ പറയും. ഇപ്പം ഞങ്ങളുടെ പിള്ളേരെല്ലാം പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. അതിവിടെ ശീലിപ്പിക്കണം. ആദ്യം വീട്ടിലാ ശീലം, സഭയിലല്ല, ആദ്യം വീട്ടിൽ. ഈ ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്ര യാഗമുണ്ട് മോളെ? അവൾ എന്തെങ്കിലും പകലും ഇങ്ങേർക്ക് എന്നോടായിരുന്നു വൈരാഗ്യം എന്നാ നിന്നോട് ചോദിക്കുന്നില്ല. 1-2 യാഗത്തിൻ്റെ പേര് പറഞ്ഞേ. താടിയെ തടകിയിരിക്കാതെ യാഗത്തിൻ്റെ പേര് പറയാൻ 1-2 യാഗം. അത് പറഞ്ഞാൽ മതി. ഉറക്കെ പറ. അത് തന്നെ കൊള്ളുകാലത്തെ യാഗം അന്ന് പതുക്കെ പറയുന്നേ. ഉറക്കെ പറ. ഹോമയാഗം. അവൻ അത്രയും ഒപ്പിച്ചു. അപ്പോൾ ഹോമയാഗം, പാപയാഗം, അകൃതിയാഗം, സമാധാന യാഗം പഠിച്ചിട്ടല്ലേ? അതിൽ എല്ലാം പറയുന്നില്ല. ഹോമയാഗത്തിന്റെ പ്രമാണമുണ്ട്. എന്തുവാ ഹോമയാഗത്തിന്റെ പ്രമാണം? വായിച്ചേ, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 പെട്ടെന്ന് വായിച്ചേ. ഹോമയാഗത്തിന്റെ പ്രമാണം ലേവ്യ 1:3 പെട്ടെന്ന്. വഴിപാടുകളായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേ, ഹോമയാഗത്തിന്റെ വ്യവസ്ഥ വെച്ചിരിക്കുക. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ സഹോദരി. വഴിപാടായി ഈ കന്നുകാലികളിൽ ഒന്നിനെ. അപ്പം ഹോമയാഗത്തിന്റെ വ്യവസ്ഥ, ഹോമയാഗത്തിന് അർപ്പിക്കേണ്ടത് കന്നുകാലിയായിരിക്കണം. കന്നുകാലിയെ വേണം ഹോമയാഗം
കഴിക്കാൻ. കന്നുകാലി എന്ന് പറഞ്ഞ തന്നെ പശുവാ? കന്നുകാലി നിങ്ങൾ കേരളത്തിൽ തന്നെ ആണോ? യോഗത്തിന് അവിടെ ഉണ്ട് കന്നുകാലി. കന്നുകാലി പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. അവിടെ ദൈവദാസന്മാരുണ്ട്. നിങ്ങളെ പേര് സമയമില്ലാഞ്ഞുകൊണ്ട് പറഞ്ഞു. പോൾസൺ പാസ്റ്ററും നിക്സണും ഒക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം കന്നുകാലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നതാ. അതാ കന്നുകാലി. വീട്ടിൽ വളർത്തുന്നതാ കന്നുകാലി. നമ്മൾ പറയാം ആ വീട്ടിൽ കന്നുകാലി ഉണ്ടെന്ന്. വീട്ടിൽ വളർത്തുന്നതാ കന്നുകാലി. ആ വീട്ടിൽ വളർത്തുന്ന കന്നുകാലിയെ വേണം ആലയത്തിൽ കൊണ്ട് ഹോമയാഗം അർപ്പിക്കാൻ. എന്തോ മനസ്സിലായി? പറയാം. വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് ചന്തയെ വളരുന്നത് കൊണ്ട് നമ്മള് ചിലപ്പോ ഒക്കെ പറയല്ലോ ഇട്ട് കൊടുക്കാം. അല്ലാതെ തുറന്നുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങ് വലിച്ചിട്ട് കൊടുക്കാണോ? അല്ലല്ല, എനിക്ക് ചിട്ടയാ. അതിന് പുളിമ്പടിയോ പിണ്ണാക്കോ കൊടുക്കുന്ന ടൈമുണ്ട്. അതിനെ കുളിപ്പിക്കുന്ന ടൈമും ഉണ്ട്, കറക്കുന്ന സമയവും ഉണ്ട്. അതാണ് വീട്ടിൽ വളർത്തുന്നത് കന്നുകാലി. അതിന് ഭക്ഷണത്തിന് ക്രമമുണ്ട്. കന്നുകാലിക്ക് ഇല്ലേ? ഭക്ഷണത്തിന് ക്രമമുണ്ട്, നല്ല ചിട്ടയാ. എന്നാൽ എൻ്റെ ഭാഷയാ, യാതൊരു ക്രമവും ഇല്ല. അത് കാണുന്നിടത്തല്ല അപ്പിയിടും, പ്ലാസ്റ്റിക് കൂടും തിന്നും, ബേസ് ബോർഡും തിന്നും. ചന്ത കിടക്കുന്ന അഴുക്കായിട്ടുള്ളത് ചിലപ്പോൾ അത് മണപ്പിച്ച ചിട്ട വന്നാൽ അതും തിന്നും. മീൻ മേടിക്കാമെന്ന് മേരിയുടെ കവണിയും കടിച്ചു പറിച്ചു. മീന് വില പറഞ്ഞപ്പോൾ കവണി പകുതി പശുവിൻ്റെ. സഭാഗോളിൽ 10 മണിക്ക് കമ്പത്തിൽ നിന്ന് ആളെ ഇറക്കും. അത് തെറ്റാ. ആരാധന നിന്റെ വീട്ടിൽ വെളിപ്പെടാം. നീയും നിന്റെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും എല്ലാം കൂടെ അധികാലത്ത് ദയ്യപാറവിടെ തിരിഞ്ഞിക്കണം. രാവിലെ ഇരുന്ന് കുളിക്കുക, അടിയുടെ 2 പെർഫ്യൂമ് അപ്പനും കച്ചം പൊക്കി നിൽക്കുക, എന്നെയും കൂടെ അടിച്ചോളാൻ. അത് ഞായറാഴ്ച ഹോളിനകത്തോട്ട് കെടുമ്പ് ഒന്നാടെ കുളിക്കുകയല്ല, ഇത് അടിക്കുമ്പോ പിന്നെ കെടുമ്പാ. അതിന് ഷിനു എന്നെ നോക്കുന്ന കാര്യമായി പറയുന്നത്. കുളിക്കുകയില്ല, അത് വീട്ടിൽ പ്രാർത്ഥിക്കത്തില്ല, വീട്ടിൽ ആരാധന ഇല്ല. അടി ഞായറാഴ്ച ഹോളി വന്നിച്ച് നിൽക്കുക, ഓളി വന്ന് അടിക്കുക, ഓളി വന്ന് അടിക്കുക, അമ്പേർ കമ്പത്തി അടിച്ച് പൊട്ടിക്കുക. സ്തോത്രം, സ്തോത്രം. പാട്ട് പാടുന്നവനും തബല വായിക്കുന്നവനും ഹാർമോണിയം വായിക്കുന്ന മൃദംഗം വായിക്കുന്നയാളും താമ്പേർ അടിക്കുന്നയാള് 10 മണി 9:45 അലാമ്പ് വായിക്കുന്നത്. എന്ത് ചെയ്യടി എൻ്റെ ബൈബിളൊന്ന് പോകാൻ കൊണ്ടുപോയില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ. എന്നാ അതിന്റെ മുമ്പിലത്തെ ആഴ്ച എവിടെ ഉണ്ട്? ഞാൻ കൊണ്ടുപോയായിരുന്നോടി, ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, നീ എടുത്തോടാ. എന്നെ പറ്റി ആവില്ലാത്തത് ആകുന്നുണ്ടോ? ആരാധന വീട്ടിൽ വെളിപ്പെടണം. ശാപ്പാട് അല്പം കുറച്ചു, കൂട്ടാൻ 2 എണ്ണം കുറച്ച് മതി. ഈ അടുക്കള കിടന്ന് കൂട്ടാനെല്ലാം ഉണ്ടാക്കി വാറതാനെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, നിനക്ക് പ്രാർത്ഥിക്കാം. മൂത്തവന് ചിക്കൻ, നടുവത്തവന് ബീഫ്, മോൾക്കാണെങ്കിൽ ഫിഷ് മോളി. വേണ്ട, ഏതെങ്കിലും ഒരു കൂട്ടാനങ്ങ് ഉണ്ടാക്ക്, വേണേ കഴിക്കും.
വേണേ ഇവിടെ വിശപ്പുണ്ടാകുമ്പോൾ തുള്ളിക്കൊണ്ട് പറയും ഞാൻ നക്കാൻ. പലതിൻ്റെ പുറകെ പോകുമ്പോഴല്ലയോ പ്രാർത്ഥനയ്ക്ക് സമയം. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യം ഒരു തോത്രം പറ. ആരാധന വീട്ടിൽ വെളിപ്പെടട്ടെ. കുടുംബാരാധന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. ആമേൻ. വീടിനകത്ത് ആരാധന, സ്തുതി, സ്തോത്രം ഉയരണമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജയത്തിൻ കോശം, ഉല്ലാസകോശം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജന സേനയിൻ വീരനായി അഭയന്താനവർക്കുന്നുമേ. മഹത്വരാജന സേനയിൻ വീരനായി അഭയന്താനവർക്കുന്നുമേ. ഭീകരമാകടലും ഓ മിസ്രൈമി സൈന്യനിരയും ഭീഷണിയായി മുൻപൊമ്പോ ഓ ഭീതിപ്പെടുത്തിടുമ്പോ ഓ ഭീകരമാകടലും ഭീതിപ്പെടുമ്പോ ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി ഓ അഭയന്താനവർക്കുന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി ഓ അഭയന്താന അഭയന്താനവർക്കുന്നുമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാന് ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു നടത്തിപ്പ് വരുന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട ദൈവമക്കളുണ്ടല്ലോ, 100 പേരില്ലേ മോനെ, ദൈവകൃപയിൽ ശരണപ്പെട്ട് സുവിശേഷ വേലയെ സഹായിക്കാൻ താല്പര്യമുള്ള ദൈവമക്കളോട് പറയുക, ഈ സഭയെ സഹായിക്കണം. ഇവിടുത്തെ ഈ ബിൽഡിംഗ് പണിയണം. നിങ്ങളിൽ ഓൺലൈനിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സഹായം ചെയ്യണം. ഇവിടുത്തെ സെക്രട്ടറിയുടെ നമ്പരും പാസ്റ്ററുടെ നമ്പരും ഇനി എഴുതി തരണം. അതൊന്ന് പൊതുവെ പറഞ്ഞേക്കാം. അപ്പം ആരെങ്കിലും കുറിച്ചെടുക്കുന്ന എടുക്കട്ടെ, എന്നെ വിളിക്കണ്ട, അവരെ വിളിച്ചെന്തായാലും ചെയ്തോണം. സ്തോത്രം. അതിന് എഴുതി തരണം. അത് ഞാൻ തീരുന്നതിന് മുന്നേ പറയാം. പാസ്റ്ററുടെ നമ്പരും തരണം. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേലയ്ക്ക് പ്രയോജനമാകട്ടെ. ചുമ്മാ അവിടെ എവിടെയും കൊണ്ട് കാശ് കളയാതെ പ്രയോജനപ്പെടുത്തുന്ന രീതി ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിങ്ങൾ താല്പര്യമുള്ളവർ ഈ സഭയ്ക്ക്, ഇത് ആരംഭകാല സഭയാ. സ്തോത്രം. ദീർഘവർഷം പഴക്കമുള്ള സഭയാ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്നോടാരും ഒന്നും ചോദിക്കരുത്. അത് സെക്രട്ടറിയുടെ നമ്പരും തരും, പാസ്റ്ററുടെ നമ്പരും തരും. എന്നെ ആരും വിളിക്കുകയും വേണ്ട. അതൊക്കെ നേരിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്തോണം, ചെയ്യാൻ താല്പര്യമുള്ളവർ. സ്തോത്രം. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. അതൊരു നടത്തിപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആരാധന ആദ്യം വെളിപ്പെടേണ്ടത് അവൻ സഭയ്ക്കകത്ത് വീട്ടിലാണ്. വീട്ടിൽ ആരാധിക്കുന്നവൻ സഭയെ വന്നാലും ആരാധിക്കും. എന്നാ നീ വന്ന് മയിൽക്കുത്തി ഇരിക്കുമ്പോൾ ഇരിക്കുന്നത്? നീ വീട്ടിൽ പ്രാർത്ഥിക്കുകയല്ല, നീ വീട്ടിൽ ആരാധിക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ് പാട്ടും പ്രാർത്ഥനയൊന്നും വീട്ടിൽ ഇല്ല. സ്തോത്രം. രാവിലെ വീട്ടിൽ പാട്ടും ഒന്നുമില്ല. സഭ വന്ന് വെറുതെ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച എന്തിനാടാ വന്നിരിക്കുന്നേ? പ്രാർത്ഥിച്ച് ബലപ്പെട്, ആരാധിച്ച് ബലപ്പെട്, പ്രാർത്ഥനയിൽ ഉച്ചരിക്ക. അപ്പൊ ആരാധന ആദ്യം വെളിപ്പെടേണ്ടത് വീട്ടിലാ. ആ നമ്പർ ഞാൻ ഏതാ അബ്രഹാം കേസി അല്ലേ? ആ, അബ്രഹാം കേസി
ആരെങ്കിലും എഴുതിയെടുത്തോ. 94 36 44 00 61 ഈ പള്ളസഭയുടെ സെക്രട്ടറിയുടെ നമ്പരാ. നിങ്ങൾ ഓൺലൈനിൽ സുവിശേഷത്തിന് സഹായം ചെയ്യുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചേ. സ്തോത്രം. അതെനിക്ക് നിയോഗം വന്നിട്ട് പാസ്റ്ററുടെ നമ്പർ കഴിഞ്ഞതാ. ഞാൻ ആയുസ്സിൽ ആദ്യ സംഭവം ചെയ്യുന്നത്. ഇന്ന് ചെയ്തിട്ടില്ല. ഇനി നാളെ ഒരാൾ ചെയ്യാൻ പറഞ്ഞാലും പറയും എനിക്ക് പ്രാർത്ഥിച്ച് നടത്തിപ്പ് വരുമ്പോഴാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ ശുശ്രൂഷകനാണ് പാസ്റ്റർ എന്നെ തോമസ് കുട്ടി. അദ്ദേഹത്തിൻ്റെ ബഹുമാന്യ കർത്തദാസൻ നമ്പർ 9946454550. ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ദൈവസഭയുടെ ആരംഭകാല സഭയാണ്. ഈ ദേശത്തെ ആദ്യത്തെ വേലയാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ വേലയാണ്. ഈ വേലയെ നിങ്ങൾ സഹായിക്കണം. എന്നെ വിളിക്കരുത്, ഞാനിതിൽ നിരപരാധിയായിട്ട് മാറും. സെക്രട്ടറിയെ വിളിക്കുക, ദൈവദാസനെ വിളിക്കുക, നടത്തിപ്പനുസരിച്ച് കാര്യം ചെയ്യുക. ദൈവം ഈ വേലയെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാധന ആദ്യം വെളിപ്പെടേണ്ടത് വീട്ടിൽ വെളിപ്പെടണം. കുടുംബാരാധന മുടങ്ങരുത്, കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന മുടങ്ങരുതെന്ന്. അപ്പൊ ഹോമയാഗത്തിന് കൊണ്ടുവരേണ്ടത് വീട്ടിലെ കന്നുകാലിയിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. സ്തോത്രം. അതെ, എല്ലാവരും പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, ദാസൻ പ്രാർത്ഥിക്കണം, യജമാനൻ പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി ഓടിച്ച് പറയാം, ഈ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ കയറി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന എനിക്കറിയാം, ഞാൻ പ്രാർത്ഥനക്കാരിയാണ് നല്ലത്, ഞാൻ പ്രാർത്ഥനക്കാരനാണ് നല്ലത്. പ്രാർത്ഥിക്കുന്ന അത്യാവശ്യമാണ്, പ്രാർത്ഥിച്ചേ നോക്കൂ, പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണം വരുത്തിയേച്ച് പ്രാർത്ഥിക്കണം. 3:18 മുതൽ പറഞ്ഞു. ആ പ്രാർത്ഥിക്കുന്നവർ എങ്ങനെ എന്തൊക്കെ ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. 3:18 വായിക്കാം. 3:18 ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഭാര്യ. ഉറക്കെ വായിച്ചോ. വായിച്ചോ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താവിന് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങി ഇരുന്നേച്ച് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാവരുടെയും കാര്യമല്ല. ചിലര് കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ കാലുമടക്കി അടിച്ച് കനാലിലിട്ടേച്ചാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. എവിടെ പോകുന്ന മോളി? ശുശ്രൂഷയുണ്ട്. ഇന്നിവിടെ ശുശ്രൂഷ. ഇന്ന് പൊങ്ങന്താനത്തൊരു ശുശ്രൂഷയ്ക്ക് ബേബി എന്ത് ചെയ്യാ? ബേബി കൂബി. ഞാനിപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇതെവിടെ എടി അങ്ങോട്ട് കൊടുക്കണേ. അപ്പോൾ ഭാര്യ പ്രാർത്ഥിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഭർത്താവിന് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങി വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കൂ. ഭർത്താവിനെ അനുസരിക്കാതെ, ഭർത്താവിനെ ബഹുമാനിക്കാതെ, ഭർത്താവിന് കീഴ്പ്പെടാതെ, ഭർത്താവിനെ ആദരിക്കാതെ, ഭർത്താവിനെ ശുശ്രൂഷിക്കാതെ അല്ലാത്ത ശുശ്രൂഷയ്ക്ക് പോയാൽ സ്തോത്രമൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇതിന് മറുപടി പറഞ്ഞിട്ട് സ്തോത്രം. ഭർത്താവ് രാവിലെ കട്ടം പോലും കുടിക്കാതെ നറാന്നിരിക്കുക. ശുശ്രൂഷയുള്ള മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാൻ ഒരുങ്ങപ്പെടാം. നിങ്ങൾക്ക് അല്ലേലും ഉള്ള വീട്ടുകാരിയെ നോക്കാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. 7 കൂട്ടം കാര്യം അവിടെ കൊടുത്തത്. അത് പറയാൻ വന്നതല്ല, സന്ദർഭം. 7 കൂട്ടം കാര്യം അമ്മമാര് പെൺപിള്ളേര് 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. വായിച്ചേ തീത്തോസ് 2:1 മുതൽ. പെട്ടെന്ന് വായിര്.
പെട്ടെന്നേ തീത്തോസിനെ കാണാഞ്ഞിട്ടാന്നാ വാക്യം. എന്നാ പിന്നെ കാണുന്നില്ലേ? തീത്തോസ് രണ്ടിനൊന്നാന്നോ? നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും അടുത്ത വാക്യം. ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരുത്തികളെ, അവിടെ മുതല ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരുത്തികളെ. അതിന്റെ പറഞ്ഞു വൃദ്ധമാർ. അപ്പം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ അമ്മമാര് പെമ്പിള്ളേരെ. ഇപ്പൊ പിടികിട്ടിയോ? മുകളിൽ പറഞ്ഞു വൃദ്ധമാർ എന്ന് പറഞ്ഞ അമ്മമാര്, പ്രായമുള്ള പക്വത വന്ന അമ്മമാർ. താഴെ പറയാ യൗവനക്കാരുത്തികളെ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കോട്ടയം ഭാഷയെ പറഞ്ഞ അമ്മമാര് പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. 7 കൂട്ടം കാര്യം എന്നെ ആൾക്കെന്ന് നിർത്തി സഹോദരി വായിച്ചേ. യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും. യൗവനക്കാരുത്തികളെ പ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവ്രത്യവും ഉള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ചടികടാന്ന് വായിച്ചല്ലോ. നിങ്ങൾ ചിരിക്കുമോ? നമ്മുടെ ചുമ്മാ ഇരിക്കുകയല്ലേ, ആ പാവം വായിക്കുന്നില്ലേ? അപ്പോൾ അമ്മമാര് പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. കാരണം അവർക്ക് അറിയത്തില്ല, അത് അമ്മ പഠിപ്പിക്കണം. അമ്മ അപ്പൊ മാതാക്കൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. അപ്പൊ എന്നാ ഞാൻ ഇവിടെ തന്നെ എന്ന് പറയാം. അപ്പൊ അമ്മമാര് പെമ്പിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ഇത് അമ്മ പഠിപ്പിക്കണം. വേണ്ടേ? ഒന്ന് ഭർത്തൃപ്രിയരാകാൻ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അമ്മ ശീലിപ്പിക്കണം. മകളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. ഭർത്തൃപ്രിയയാകണം. 4-ാം വിരുന്ന് കഴിഞ്ഞ് വീട്ടോട്ട് വരുമ്പം ഭർത്താവിൻ്റെ കുറ്റം അഥവാ അവരുടെ വീട്ടുകാരുടെ കുറ്റം അമ്മയോട് പറയാൻ ഓങ്ങി വരുമ്പോൾ അമ്മ പറയണം, എടി നിർത്ത് അവിടെ എന്ന വിളമ്പൊന്നും വേണ്ടേ പറയണ്ടേ? ഇതങ്ങനല്ലേ? എന്നെ ഉണ്ടടി നല്ല പറവ് കോള ഒപ്പിച്ച് വന്നേക്കുന്നത്. ലണ്ടൻകാരൻ എൻ്റെ പുറകെ നടന്നതാ. ലണ്ടൻകാരൻ എന്നാ പറ്റി? ഇനി എന്നാ പറ്റാനാ? അവൻ നിന്നെ വല്ലതും ചെയ്തോന്നോ? എന്തോ ചെയ്തു. എന്നെ പിടിച്ചൊരു തെള്ള്. യോ, നിന്നെയോ? എന്നിട്ട് എന്നാ പറ്റി? ഞാനങ്ങ് ഒഴിഞ്ഞു മാറി. വേറെ വല്ലതും ചെയ്തോ? എൻ്റെ താടിക്കൊരു തേമ്പ് ഉണ്ടേ. അമ്മ, നിന്റെ താടിക്കോ? എന്തിനാ കാണിച്ചേ? ചെള്ളയൊന്ന് കാണിച്ചേ. യോ, തിണുത്ത് കിടക്കുന്നല്ലോ. അവൻ നിന്നെ തേമ്പിയല്ലേ? അമ്മ പറഞ്ഞു കൊടുക്കുക, അവനെ വിടരുത്. എടീ, നിന്റെ അപ്പൻ എന്നെ കെട്ടിയിട്ട് 35 കൊല്ലം കഴിഞ്ഞ് ഞാൻ അയാളെ തേമ്പിയതല്ല. അത് ഇന്ന് വരെ അയാൾ എന്നെ തേമ്പിയിട്ടില്ല. അമ്മ മോക്ക് പറഞ്ഞു കൊടുക്കുക. അവനെ നമുക്ക് വിടരുത്. എൻ്റെ അനിയത്തി കുഞ്ഞമ്മേനെ വിളിക്കും. അവൾ ഭർത്താവിനെ ഇട്ടേച്ച് വന്ന് നിൽക്കുക. അപ്പോൾ അവൾക്ക് എൻ്റെ വകുപ്പ് നന്നായിട്ട്, വക്കീലിനെ വരെ അവൾക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് മനുഷ്യനും രൂപ നമ്മൾ സേവിക്കുന്നത് ല്ല. അവൻ ചിലപ്പോൾ തന്നിഷ്ടക്കാരനും പിടിവാശിക്കാരനും കോപിഷ്ടനും താൻ തോന്നിയാന്ന് വെച്ചോ. നീ പതറാതെ, ഏതായാലും ഇത് നടന്നല്ലോ. ഇത് ചെവി അറിയണ്ട.
നമുക്ക് രണ്ടുപേർക്കും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിക്കാം. ഒരു കാര്യം നീ ചെയ്യണം, അങ്ങ് ക്ഷമിക്കണം. അവനില്ലാത്തപ്പോൾ നീ മുട്ടയിലിരിക്കണം, എന്നെയും കൂടെ വിളിക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഇതാ പറഞ്ഞു കൊടുക്കണ്ടേ. അല്ലാതെ അമ്മ പറയാം നീ കൂടെ എടുത്തോണ്ട് സന്ധ്യയ്ക്കാകുമ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം, ബാക്കി കാര്യം ഞാൻ അങ്ങനെ വളരെ എൻ്റെ ഡ്രസ്സ് എടുത്തോണം ബാഗിനകത്ത്, ഞാൻ വേണേൽ ഓട്ടോ അങ്ങോട്ട് വിട്ടേക്കാം തമ്പിയെ. ഇതാണോ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ എന്തേലും ഒന്ന് പറ. അതോ നിങ്ങൾ ഒപ്പിച്ചിരിക്കുകയാണോ? സ്തോത്രം. അല്ല, ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങ് എപ്പോഴും ഇങ്ങനെ ഗ്ലൂറിന്ന് പറഞ്ഞിരിക്കാതെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. 5 മണി വന്ന് ഇങ്ങനെ കുളിര് കയറി ഇരിക്കാതെ. ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ജീവിത നിലവാരത്തിനൊക്കെ മാറ്റം വരണ്ടേ? അമ്മ പറഞ്ഞു കൊടുക്കണം മോളോട്, എടീ നിന്റെ അപ്പൻ ഇപ്പം ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ജെല്ലെ പിടിച്ചു വലിച്ചിരിക്കുന്നെങ്കിലും വലിയ താരമായിരുന്നത്. ഒറ്റ ഇടി എനിക്ക് ഇടിച്ചാൽ അപ്പുറത്തുകാർ കേൾക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ അറിയിച്ചില്ല, ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. ചില നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം സഹിച്ചു, പക്ഷെ ചില നാൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് രൂപാന്തരം ദൈവം കൊടുത്തു. ഇപ്പം കണ്ടോ ഇരിക്കുന്ന നല്ല കുഞ്ഞാട് പോലെ, അത് പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വന്നതാ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നീ പതറിപ്പോകരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ഇതാ പറഞ്ഞു കൊടുക്കണ്ടേ. അതിന് പകരം പറഞ്ഞു കൊടുക്കുന്ന പൂള് മുഴുവൻ നിങ്ങൾ ചിലപ്പം ഈ ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല പ്രതീക്ഷിച്ച് വന്നത്. എന്തൊരു ഒത്തിരി ഒരു വിടുതൽ. എനിക്ക് അങ്ങനെ വൈബ്രേഷന് പറയാനൊക്കത്തില്ല. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ആരൊക്കെ ഉറ്റിരിക്കണം? ആദ്യം ഭാര്യ. ആ ഭാര്യ പ്രാർത്ഥന ഉറ്റിരിക്കണമെങ്കിൽ ഭർത്താവിന് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങണം. മാത്രമല്ല പെൺപിള്ളേരെ ഈ കാര്യമെല്ലാം ശീലിപ്പിക്കണം. ഭർത്തൃപ്രിയരാകാൻ ശീലിപ്പിക്കണം. എൻ്റെ അമ്മ എന്തു പക്ഷീന്ന് പറഞ്ഞു, എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന് എൻ്റെ അമ്മ അത്ര ഉള്ളുകയല്ലേ? ഇവിടെ നിൻ്റെ അമ്മയെ പോലല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ അച്ചാച്ചന് കള്ളുഷാപ്പിലെ ജോലിയാണ്. രാവിലെ 7 മണിക്ക് 7:30 ആകുമ്പോൾ 7:30യുടെ ബോട്ടിന് പോകണം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ചാച്ചൻ്റെ കാര്യങ്ങൾ മുഴുവൻ പരിഹരിച്ചിട്ട് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കൂ. പഴയ കാലമല്ലേ അതുകൊണ്ട് ഞാൻ പഴയ എല്ലാവർക്കും ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാനും ചിലപ്പം ചില ആൾക്കാർ പറയുമായിരിക്കും, ഓ അയാൾ ഇതെല്ലാം പഴംപുരാണം പറയാമെന്ന്. ആയിക്കോട്ടെ. ഞങ്ങളുടെ അച്ചാച്ചൻ കിടക്കുന്ന കട്ടിലെ ഞങ്ങളെ ഇരുത്തുകയല്ലായിരുന്നു. അഥവാ ആ കട്ടിൽ എന്നാടാ അപ്പം കിടക്കുന്ന കട്ടിലേ കയറിയിരിക്കുന്നത്, അന്നേരം അമ്മ ഷൗട്ട് ചെയ്യും, ഇരുത്തുകയല്ല. എന്ന് പറഞ്ഞാൽ കട്ടിലിന് വലിയ വിശേഷതയുണ്ടെന്നൊന്നും അല്ലീ പറഞ്ഞത്. ഇരുത്തുകയല്ല. തഴപ്പായ ഇപ്പോഴും ഓർക്കുന്നു. ആ തഴപ്പ 4-5 എണ്ണം കാണും. 4-5 മെത്തയൊന്നുമില്ലല്ലോ, 4-5 തഴപ്പ. അത് അച്ചാച്ചൻ കിടക്കുന്നതാണ്. കിടന്ന് എഴുന്നേറ്റ ഉടനെ അമ്മ അത് മടക്കി വെച്ചേച്ചേ ബാക്കി കാര്യമുള്ളൂ. അച്ചാച്ചൻ കിടക്കാൻ വരുമ്പോഴേ അത് നിവർക്കുള്ളൂ. ഇന്നോ രാത്രി അച്ചാച്ചൻ വന്ന് പുതപ്പ് തപ്പി കിടക്കുക. എന്തി അടി പുതപ്പ്? ആ പുതപ്പ് ബ്ലൗസൻ എടുത്ത് കാണും. എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലിട്ട വിശേഷം. പുള്ളി തപ്പി നടക്കുക കയ്യിലേയും പുതപ്പും. തലേണ എന്തിയേ? തലേണ അവിടെ ഇല്ലേ? എന്നാൽ അവന്മാർ രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ എന്നെ അമൃതൊലിച്ചെന്ന് പറയണോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്?
അമ്മയെല്ലാം പഠിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ആട്ടെ, ഞാൻ എത്രയും പറഞ്ഞങ്ങ് ഞാനങ്ങ് അടങ്ങുക, അല്ലാതെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ശീലിപ്പിക്കണം. സ്തോത്രം. പെൺപിള്ളേരെ വീട്ടുജോലി ചെയ്യാൻ അമ്മ ശീലിപ്പിക്കണം. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ അത് ചെയ്യുന്നവരാ. നിങ്ങൾ ശീലിപ്പിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മ അടുക്കള കയറുമ്പോൾ മോളെയും കൂടെ അടുക്കളയിലോട്ട് വിളിക്കണം. വെക്കാനും വിളമ്പാനും അരിയാനും പെറുക്കാനും കഴുകാനും തൂക്കാനും തുടയ്ക്കാനും കൊടുക്കാനും എടുക്കാനും വാങ്ങാനും ഒക്കെ അമ്മ പഠിപ്പിക്കണം. വേണ്ടേ? തോരൻ അരിയുന്ന എങ്ങനെയാണെന്ന് മോളെ പഠിപ്പിക്കണം. മെഴുക്ക് പുരട്ടിക്ക് എങ്ങനെയാണെന്ന് മോളെ പഠിപ്പിക്കണം. വേണ്ടേ? സാമ്പാറിന് അരിയുന്ന പോലെ ആണോ അവിയലിന് അരിയുന്നേ? അല്ല. അങ്ങനെയാണോ മോളെ? സാമ്പാറിന് എങ്ങനെ അരിയുന്നത്? ഓ, എങ്ങനെ അരിഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ കഴിച്ചോളും പാസ്റ്റർ. എങ്ങനെയാണോ? എങ്ങനെയാണ് സാമ്പാറിന് അരിയുന്നത്? സാമ്പാർ കോഴിക്കോഴി കുടിക്കുന്നതല്ലാതെ അമ്മ ഇത് പഠിപ്പിക്കണം. വേണ്ടേ? പഠിപ്പിക്കണം. അങ്ങനെ വീട്ടുകാരിയെ നന്നായിട്ട് പഠിപ്പിക്കണം. സെക്യുലർ പഠിത്തം അത്യാവശ്യമാണ് ഈ വന്ന കാലത്ത്. അതിലും അത്യാവശ്യമാണ് അടുക്കള പഠിത്തം. പഠിക്കണം. അതിന് ഗുണം പറയാ. അങ്ങനെ അമ്മ ആ രീതിയിൽ നന്നായിട്ട് മോളെ പഠിപ്പിച്ച് മിടുക്കിയാക്കി ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിച്ച് കൊടുത്താൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധുക്ക വീട്ടിൽ ചെല്ലാം. ഇല്ലേ? ചെല്ലാം. അല്ലേ അമ്മ പറയും, ഞാൻ നിന്നെ ഒന്ന് കാണണമെന്നോട്ട്. ഓ, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരികയില്ല. കാരണം അവിടുത്തെ തള്ള നിന്നെ കാണാനിരിക്കുക. കാരണം നല്ല വാറതാനെ അങ്ങോട്ട് വിട്ടുകൊടുത്തത്. അവിടുത്തെ തള്ള കാണാനിരിക്കുക. പിന്നെ എങ്ങനെ അമ്മച്ചി നമ്മളൊന്ന് കാണാം? നീ കൺവെൻഷന് വരുമോ? ഞാൻ കൺവെൻഷന് വരാനായിട്ട് ആഗ്രഹമാണ്. പിന്നെ നാട്ടകം പഞ്ചായത്തിൻ്റെ അവിടെ മറഞ്ഞു നിൽക്കും സൈഡിൽ. നാട്ടകം പഞ്ചായത്തിൻ്റെ അവിടെ, പിന്നെ ബാങ്കിൻ്റെ അവിടെ. നാട്ടകം പഞ്ചായത്തിൻ്റെ ബാങ്കിലാണോ മോളെ കെട്ടിച്ചു വിട്ടത്? ആ വീട്ടിൽ ചെല്ലണ്ടേ? എന്നെ ആ വീട്ടിൽ കയറാത്തേ? അല്ല, ഒരു കാര്യം, കുമ്പനാട്ട് അമ്മാവിൻ്റെ ചോട്ടി വന്നാൽ മതി. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. സ്തോത്രം. നന്നായിട്ട് പഠിപ്പിച്ചങ്ങോട്ട് വിട്ടേ അമ്മയ്ക്ക് മാന്യത കിട്ടും. നീ അങ്ങോട്ട് നിന്റെ തലവട്ടം കാണുമ്പോൾ അവിടുത്തെ അമ്മ പറയും, ബ്ലസി നിന്റെ അമ്മ വരുന്ന ഒരാഴ്ച കഴിഞ്ഞേ വിടാവുള്ളൂ. അവർ ഗേറ്റിൻ്റെ അവിടെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകും. നാട്ടുകാരും പറയും നമ്മുടെ ബ്ലസിയുടെ അമ്മയാണ് കേട്ടോ. കാരണം ബ്ലസി നല്ല ചിട്ടയിൽ അവിടുത്തെ കാര്യമല്ല, മാന്യത കൂടും. അല്ലെങ്കിൽ അവിടുത്തെ തള്ള മെറ്റിലെടുത്ത് പാത്ത് വെച്ചിട്ടുണ്ട്. നിന്നെ എന്ന് കണ്ടാലും 5 ഇഞ്ചിൻ്റെ മെറ്റിൽ എറിഞ്ഞ് അവർ തകർക്കും. തള്ളയ്ക്ക് ഉന്നമുള്ള തള്ളയാ. മനസ്സിലാകുന്നുണ്ടല്ലോ? അമ്മമാര് പെൺപിള്ളേരെ ഇതെല്ലാം ശീലിപ്പിക്കണം. ആട്ടെ, ഞാൻ ഇനി മടങ്ങും വണ്ണം കീഴടങ്ങണം, എന്നിട്ട് പ്രാർത്ഥനയിൽ പോരാടണം. ഇനി അടുത്തൊരു ഭർത്താക്കന്മാരോട് പറയാ. വായിച്ചേ 18-19 വാക്യം വായിച്ചേ ഭാവിച്ച. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പി സഭയെ സ്നേഹിച്ചതുപോലെ. സഭയെ ഒത്തൊന്നും വരികയില്ല, പക്ഷെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കണം. സ്തോത്രം. യോഗ്യത നോക്കിയല്ല, ശ്രേഷ്ഠത നോക്കി, അർഹത നോക്കിയല്ല, യാതൊരു ക്വാളിറ്റി നോക്കി സ്നേഹിച്ചതല്ല. യാതൊരു ക്വാളിറ്റി ഇല്ലാതിരുന്നപ്പോൾ കാൽവരികിലെ സ്നേഹം നിന്നെ തേടിയെത്തിയത്. അഴമരായി വന്നിററിമോ 1000 നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിതിലാർക്കെഴുതോ. ഉരച്ചിടുവാൻ പരിതിലാർക്കെഴുതോ. സ്നേഹമിതാൽച്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ചോണിതാലേ ആനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ.
സ്നേഹത്തെ ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോട ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലെമ്പേലയു തീർത്തിനുവാൻ എന്നെയൊരുക്കണമേ. മണ്ണിലെമ്പേലയു തീർത്തിനുവാൻ എന്നെയൊരുക്കണമേ. അതിശയമേ ഓ അതിശയമേ ഓ അതിശയമേ ശോണിതനെ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതനെ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ആഴമരായ്വതിൽ ആരറിവോ ആയിരം നാളുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതുമൊരംശം ഉരച്ചിടുവാൻ പാരിതിലാർക്കെഴുതോ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ശോണിതനെ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതനെ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ യോഗ്യത നോക്കിയല്ല അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. ഒരു യോഗ്യതയില്ലായിരുന്നു, അന്നേരം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. ഇതുപോലെ ഭർത്താക്കന്മാര് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടപെട്ടെന്നോ സഹകരിച്ചെന്നോ സംസാരിച്ചെന്നോ പ്രവൃത്തി ഒക്കെ അപാകത വരാം. എല്ലാം ക്ഷമിച്ചോണം. ക്ഷമിച്ച് അവര് സ്നേഹിച്ച് കയ്പായിട്ട് സ്തോത്രം. അങ്ങനെ വേണം ഭർത്താക്കന്മാര് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഭാര്യയുടെ തലപൊല്ലി പൊട്ടിച്ചേച്ച് മറുഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാലോ 8 സ്റ്റിച്ച്. അല്ല, തിരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഭർത്താവിൻ്റെ തലതല്ലി പൊട്ടിച്ചു. അയാളൊരു ഒരു പാവത്താന ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട ഒറ്റയടി തുഴയ്ക്കടിച്ചത്. തുഴയ്ക്കടിച്ച് അയാൾ താഴെ വീണ് നാട്ടുകാരാ എടുത്തോണ്ട് ആശുപത്രി. 12 സ്റ്റിച്ച്. 12. പുള്ളി സഭയുടെ സെക്രട്ടറി, അമ്മാമ്മ ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഗനൈസർ. എന്തോ എല്ലയുടെ എല്ലാ അമ്മാമ്മ ഡിസ്ട്രിക്ട് ഓർഗനൈസർ ലേഡീസിൻ്റെ സെൻറ്ററിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ. തുഴയ്ക്കടിച്ചു സെക്രട്ടറിക്ക് ഇട്ട് ഭർത്താവ്. 12 സ്റ്റിച്ച്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. 2 ആഴ്ച കഴിഞ്ഞ് സ്റ്റിച്ചുമൊക്കെ ഉണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് സെക്രട്ടറി അല്ലേ, 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി വന്ന് സഭയിൽ വന്നു. അന്നേരം എല്ലാവരും പാട്ട് പാടി ആത്മാലായപ്പോൾ പുള്ളി കൈയടിച്ചു. ഉടനെ അമ്മാമ്മ എഴുന്നേറ്റ് പറഞ്ഞ, പപ്പ തലയിളക്കി ആരാധിക്കരുത്, സ്റ്റിച്ച് പൊട്ട് വന്ന്. എന്ത് കരുണ! അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ന് പുള്ളിയോട് പറയാ, പപ്പ തലയിളക്കി ആരാധിക്കരുത്, സ്റ്റിച്ച്. നടന്ന കാര്യമാണ്. അമ്മാമ്മ അങ്ങ് പോയി. അച്ചായനിപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു. പാവം. ഇവിടുത്തെ സെക്രട്ടറി ഇങ്ങനെ വെക്കുന്നത് ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, പേടിക്കുകയും വേണ്ട. പാവം, ഇവിടുത്തെ കാര്യമല്ല, നടന്ന കാര്യം. സ്ഥലമൊന്നും പറയത്തില്ല, കാരണം
ശരിയല്ലല്ലോ. അപ്പൊ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, കയ്പായിട്ടിരിക്കരുത്, എന്നിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പൊ ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം. ഇനി മക്കൾ വായിച്ചേ. മക്കളെ അപ്പൊ പിള്ളേര് പ്രാർത്ഥിക്കണം, അപ്പനെ അമ്മയെ അനുസരിച്ചേച്ച് വേണം പ്രാർത്ഥിക്കാൻ. മക്കളെല്ലാം അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. അമ്മ പറയാ, ഐഡി ഒരു കിടം വെള്ളം ഇങ്ങോട്ട് കോരിക്കൊണ്ട് വന്നേ, ഒന്നേരം അനുസരിക്കണം. വേണ്ടേ? പപ്പായുടെ തുണി ഒന്ന് കഴുകിയിട്ടേ, കഴുകിയിടണ്ടേ? 18 വയസ്സുള്ള പെൺപിള്ളേരില്ലേ, കഴുകണ്ടേ? അവിടെ ചുരിദാർ എടുത്ത് കൊടുക്കുക അമ്മയൊന്ന് കഴുകാൻ. തള്ളക്കാന്നെ പെരുമുട്ട് കെട്ടി നിൽക്കുക, എന്നാലും ഒത്തിയും ചാടി എവിടെ പോന്നമ്മ? ബ്ലസ്സീഡ് ക്ലൂസി ചെയ്യണം. മാതാപിതാക്കളെ ബഹുമാനിക്കണ്ടേ? അമ്മ പറയാ, എടാ പപ്പായുടെ പാൻറ്റും ഷർട്ടും ഒന്ന് തേച്ച് കൊടുക്കാൻ. എൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്, പപ്പായോട് പറയാം എൻ്റെതും കൂടെ ഒന്ന്. അതാന്നാ മര്യാദ? ബെനിച്ചാനാച്ചിരിക്കുന്നത് തേച്ച് കൊടുക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. അമ്മ രണ്ടും കഴുക്കോല് പോലെ ഇരിക്കല്ലേ, അതൊക്കെയല്ലേ തേക്കണ്ടേ? അപ്പൻ്റെ ഡ്രസ്സ് നിങ്ങൾ തേച്ച് കൊടുക്കണം. അപ്പം കുളിച്ചൊരുങ്ങി വരുമ്പോ പപ്പായുടെ ഷർട്ടും. ഒരു മനസ്സിനൊരു തണുപ്പുണ്ടാകും, നിനക്കത് അനുഗ്രഹമാണ്. അതിന് തലയൊക്കെ വെച്ച് പ്രവാചകനെ കോഴിക്കോട്ട് നിന്നിട്ട് ഇന്ന് രാത്രി ഒരു പിടി ഊട്ടുപൊട്ട എന്തിനാണ് ചുമ്മാ കിടന്ന് അമിട്ട് പൊട്ടിക്കും പോലെ. അയാളും കാശ് കൊണ്ടുപോയി നിന്റെ വടലിയും വേദനിച്ചു, അരിയാട്ടും പോലെ ഇട്ട് ആട്ടിയതാ. ഇതൊന്ന് ചെയ്തു കൊടുത്തേ. അത് ചെയ്തു കൊടുക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ മനസ്സൊന്ന് തണുക്കും, അവരൊരു ദീർഘശ്വാസമൊക്കെ വിടും. നിനക്കത് അനുഗ്രഹമാണ്. നീ ചെല്ലുന്നിടത്ത് ഒരു ദോഷം വരികയല്ല. നീ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ദൈവ സാന്നിധ്യം കൂടെ കാണും. ഒരു ദോഷവും നിനക്ക് വരികയല്ല. നീ പോകുന്നിടത്ത് വിടുതല. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥന ഇതിനൊക്കെ ക്രമീകരണം വരണം. അല്ലാതെ അമ്പാറെല്ലാം കൂടെ അടിച്ചു പഠിച്ച് മേപ്പോട്ടെങ്കിൽ ശീലാന്തിയെ കയറി പിടിച്ച് ആടിയാലൊന്നും ഉണർവുണ്ടാകുകയല്ല. പഴയ ശീലാന്തിയാ. ആത്മാവ് കയറുമ്പോൾ ശീലാന്തിയെ കയറുകയാണോ ആത്മാവ്? ഈ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ പറയണം, വീട്ടുകാർ പറയണം, സഭക്കാർ പറയണം. ഏതായാലും ആ യോഗം കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി യോഗം വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. അമ്മയൊരു ജോലി പറഞ്ഞാൽ എന്ത് തിരക്കാന്നെങ്കിലും ചെയ്തു കൊടുക്കണം. വേണ്ടേ? അരിശം കയറി പ്രാജിയെ ചെന്ന് അയ്യെന്ന് പിടിച്ച് വലിച്ച് 2 ബട്ടൺസ് പോയി, ഒന്നതിൽ കിടന്ന് കുരുങ്ങി എല്ലാം കൂടെ ആല് വലിച്ച് കട്ടിലേലോട്ട് കൊണ്ട് അലച്ചേച്ചേ. അങ്ങനല്ല, വിധം ഞാൻ പറഞ്ഞു തരാം. അവിടെ നിൽക്കുന്ന തുണി അപ്പൻ്റെത് സെപ്പറേറ്റ് മടക്കി വെക്കുക, അമ്മയുടേതുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്, മക്കളുടേത് സെപ്പറേറ്റ്, എല്ലാം അങ്ങനെ മടക്കി വെക്കണം. അമ്മ അടുക്കളയിലെ പെരുമാറ്റം കഴിഞ്ഞ് വരുമ്പം ആ കട്ടിലേലോ അല്ലേ സ്ഥലത്തമ്മ കാണുമ്പോൾ അമ്മയ്ക്ക് അയ്യോ ഞാൻ ചെയ്യേണ്ട കാര്യം അവള്, നിനക്കത് അനുഗ്രഹമാണ്. ഇതൊക്കെ ചെയ്യണം. അല്ല അവളൊരു ജോലിയും ചെയ്യില്ല. പിന്നെ അവളെ സംഗീത ശുശ്രൂഷ പടലിട്ട് വെട്ടിച്ചാവല്ലോ കാര്യം നടക്കുമോ? ഉപവാസ പ്രാർത്ഥന ഇതൊക്കെ നടക്കണമെന്ന്. അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഭർത്താവ് ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചു പ്രാർത്ഥിക്കണം, ദൈവം കേൾക്കും. മക്കൾ പ്രാർത്ഥിക്കണം. യൂത്ത് മീറ്റിങ്ങിന് പ്രാർത്ഥനയും പാട്ടും ഡാൻസും കൂത്തും ഒന്നുമല്ല. അവളെ വൈപ്പിക്ക് നല്ല പ്രോഗ്രാം. അവൾ എന്തോ ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, എന്തോ സ്കിറ്റോ തെറ്റിയോ തോമസ് കുട്ടിച്ചാ പേടിച്ചാ പറഞ്ഞത്. അവിടെ ഒത്തിരി സ്കിറ്റ് ഉണ്ട്. പിന്നെ ആക്ഷൻ സോങ്. പിന്നെ അവളാണ് പിള്ളേരെയല്ല കുഞ്ഞിക്കുരുവി വീട്ടിലെ കാര്യം ക്രമീകരിക്കാന്നാണ് കുഞ്ഞിക്കുരുവി ഉണ്ടാക്കുന്നത്.
മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം. പെൺപിള്ളേർ അമ്മയോട് കോപിച്ച് വർത്താനം പറയരുത്. ആൺപിള്ളേർ അപ്പനോട് കോപിച്ച് ഇനി പറഞ്ഞു തരാം. അപ്പനോട് ആൺപിള്ളേര് ട്യൂണ് മാറ്റി സംസാരിച്ചാൽ അമ്മ അന്നേരം നിർത്തിക്കണം. എന്തുവാടാ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അമ്മയുടെ, ശിനുവിന് ഇഷ്ടമല്ല എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഞാൻ 2-3 കാര്യം എൻ്റെ അമ്മയുടെ കാര്യം പറയും. ഒരിക്കലേ പോവാ മോനെ, പോട്ട് അപ്പൊ ശ്രദ്ധിച്ചേ, ഞങ്ങളുടെ വീട്ടിൽ ഒരു വിഷയം എന്തോ വന്നപ്പോൾ ഞാൻ അച്ചാച്ചനെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞു. ഞാൻ അല്ലേലും അച്ചാച്ചന് അത് മുഴിപ്പിച്ചില്ല. അല്ലേലും അച്ചാച്ചനെന്ന് പറഞ്ഞ് ഒറ്റ അടി അമ്മ എൻ്റെ ചെവിക്കല്ലിന് ഒറ്റ അമ്മ അടിക്കും. എൻ്റെ അമ്മയെ പോലൊന്നും അല്ല, അടിച്ച് പൊട്ടിക്കും. എൻ്റെ അമ്മ അടിക്കാത്തതാ, ഒറ്റയടി അമ്മ അടിച്ചു, ചെവിക്കല്ലിനെ അടിച്ച്. എന്താ വാടാ നീ പറഞ്ഞെന്ന് ചോദിച്ചു. വേണ്ട 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 അവിടെ നിർത്തടാന്ന് പറഞ്ഞു. ഒറ്റയടി, പഴയ ഭാഷയെ പറഞ്ഞ നക്ഷത്ര വെണ്ണി അമ്മ അടിക്കും. അത് പിന്നെ ഞാൻ എൻ്റെ നാവിൽ നിന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതാ അമ്മ. ഇത് ആ പിള്ളേർ പ്രായമായി അമ്മയോട് പറയാം, അല്ലേലും പപ്പ നിനക്കിപ്പോഴേലും പിടി കിട്ടിയല്ലോ, നിനക്കിപ്പം മനസ്സിലായല്ലോ നിൻ്റെ അപ്പൻ്റെ, ഇപ്പം നിനക്ക് പിടി കിട്ടിയോ? അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണ്ടേ? അതുപോലെ അപ്പൻ പെൺപിള്ളേരും ആൺപിള്ളേരും അമ്മയുടെ കുറ്റം പറഞ്ഞ അമ്മേരെ നിർത്തിക്കണം. എടാ നിർത്തുന്നത് ഞാനുണ്ട് ഇവിടെ, ഞാൻ അപ്പൻ, അവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്നെ ഏൽപ്പിച്ചിട്ടില്ല പറയണ്ടേ? പറഞ്ഞു കൊടുക്കും. അതാ ജീവിതം, അതാ ജീവിതം. അങ്ങനെ ജീവിച്ചേച്ച് പ്രാർത്ഥിച്ച് സ്വർഗം കേൾക്കും. എന്നാ പല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത പ്രായമുള്ള എന്താ പച്ച 9:30 മുമ്പ് നിർത്തും. അപ്പൊ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ പോരാടണം, പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന മീൻ കഷണം വിളമ്പി വന്നപ്പം എല്ലാവർക്കും അത് കഴിച്ച അമ്മ നിന്നെ വളർത്തിയത്. ചില അമ്മമാർ ആറുമില്ലായിരുന്നു, അവസാനം ചട്ടിക്കകത്ത് മൊത്തം ഇങ്ങെടുത്തു. പഴയ അമ്മമാരങ്ങനെ. ഞാൻ പറഞ്ഞ ചിലക്ക് അവസാനം കലത്തിനകത്തും ചോറ് തികഞ്ഞില്ല. ചിരട്ടത്തെ വീട്ട് മംഗലത്തിൽ ഇട്ട് വെച്ച ശബ്ദം കേൾക്കും, വിരുന്നുകാരും കേൾക്കും. തവി മാറ്റി വെച്ച തവിക്കകത്ത് പറ്റിയിരുന്ന ആ കണയുടെ അവിടെ പറ്റിയിരുന്നതും കൂടെ കൈകൊണ്ട് ആ കലത്തിനകത്ത് കൈയിട്ട് കൈകൊണ്ട് എടുത്തപ്പം 2 പിടിയില്ല. അതാ കറച്ചട്ടിക്കകത്തിട്ട് കുട്ടനാടൻ ഭാഷ പറയാം, പെരകി. ഇരുന്ന് കഴിക്കാനില്ല, നിന്നോണ്ട് വാരി 2 പിടി കഴിച്ച്. അങ്ങനെയാണ് നിന്നെ വളർത്തിയത്, അങ്ങനെയാണ് നിന്നെയൊക്കെ വളർത്തിയത്. അപ്പനോടും അമ്മയോടും നീ കയർത്താൽ നീ ടെക്സാസിൽ പോയാലും ഗുണമാകുകയല്ല. മോനിപ്പോൾ എവിടെ? മോനെ കാലിഫോർണിയയിൽ. നീ അതിലെ വ്യായു നിന്നെ കൊണ്ട് നടക്കുമല്ല എന്നെ, അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവർക്ക് പഠിക്കാനൊത്തില്ല, നിന്നെ പഠിപ്പിക്കുക. അവരുടെ കാലത്ത് ഒരു സൈക്കിൾ പോലും അവർക്ക് ഇല്ല. നീ കുന്തളിപ്പെടുത്തുമ്പം ബുള്ളറ്റാ, നീ ഇങ്ങനെ പോവാ, അമിട്ട് പൊട്ടി പോകുമ്പോ പോലെ പോവാ. ചെട്ടിക്കുന്ന അമിട്ട് അത് ഡാനിമോൻ പോകുന്നതാ. സ്തോത്രം. അവരെ ബഹുമാനിക്കണം. ചിലപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അപാകത കൊണ്ടോ അന്നത്തെ സാഹചര്യം കൊണ്ടോ ചിലപ്പോൾ പിള്ളേരുടെ ഭാഷ പറഞ്ഞ വലിയ പരിജ്ഞാനോ സ്റ്റാൻഡേർഡോ ഒന്നും കണ്ടെന്ന് വരികയല്ല. പക്ഷേ അവരുള്ളത് കൊണ്ടാണ് ദൈവം കഴിഞ്ഞാൽ. മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പനോടും അമ്മയോടും കയറി കൊമ്പ് കോർത്ത് വർത്താനം പറയരുത്. അയ്യോ എൻ്റെ അമ്മ, ഞാൻ പിന്നെയും പറയും എൻ്റെ അമ്മയുടെ കാര്യം. അടിക്കുമായിരുന്നു, അടിക്കും, അമ്മയെ അടിക്കും. ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം ഒരു കാര്യം ഒറ്റ പ്രാവശ്യമോ പറയുള്ളൂ, അനുസരിച്ചില്ലേ തല്ലും. ഇപ്പോഴും ഓർക്കുന്നു, ഇന്നത്തെ പോലെ. ഒരിക്കലും പറഞ്ഞ് എടാ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട്, ഞങ്ങൾക്ക് കിണറില്ല, അപ്പുറത്തെ വീട്ടിൽ കിണർ പാത്രം, ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വാന്ന് പറഞ്ഞ അമ്മ അടുക്കളയിലോട്ട് കയറി ഏതാണ്ട് ജോലിക്ക്. ഞാൻ കോരിയില്ല, കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു നിന്ന്. 4 മണിക്ക് പന്ത് കളിക്കുന്ന കാര്യമാണ്.
പന്ത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു പന്ത് കൊണ്ട്, അതൊക്കെ പറഞ്ഞ് നിൽക്കുക. അമ്മ അടുക്കളയിൽ കയറി ഏതാണ്ട് പെരുമാറി ചോദിച്ചപ്പം വെള്ളമില്ല, നോക്കിയപ്പോൾ കുടവെടുത്ത് ഒറ്റ അടി. അമ്മ അടിക്കും. ചെമ്പ് കുടത്തിനാണ് അടിച്ചത്, അലോനിയാന്നെ പിന്നെയും തയ്ക്കാം. അമ്മ അടിച്ചു, ഒറ്റ അടി. ഓടാനും ഒക്കത്തില്ല, അമ്മയ്ക്ക് കനക്കുറവ് നീളക്കുറവായതുകൊണ്ട് അമ്മ നമ്മളെക്കാൾ സ്പീഡിൽ ഓടും. ഓടാനൊക്കത്തില്ല, അടി കൊണ്ട് കുടവും മേടിച്ചുകൊണ്ട് വെള്ളത്തിന് പോയി കോരാൻ. ഞാൻ വീട്ടിലെ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട് കൊച്ചിൽ, ചെയ്യിപ്പിക്കും. ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം വീട്ടിലെ ജോലി ആണിനും പെണ്ണിനും ഇന്നതൊന്നുമില്ല, കാണുന്ന ജോലി ചെയ്തോണം. അത് പെണ്ണുങ്ങളുടെ ജോലി ഇതാണ്. അത് നിങ്ങൾ ശരിയോ തെറ്റോ, കാണുന്ന ജോലി ചെയ്തോണം, അല്ല അടിയടിക്കും. ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും ചിലപ്പോൾ പിടികിട്ടുകയില്ല. 4 മണി വിട്ട് വരുമ്പോൾ അമ്മ നെല്ല് പുഴുങ്ങി ഉണങ്ങും, തലേന്ന് തിളപ്പിച്ച് പിറ്റേന്ന് രാവിലെ നെല്ല് പുഴുങ്ങി വായ് പൊട്ടി. അമ്മയുടെ വായല്ല, പ്രയോഗം നെല്ലിൻ്റെ വാ പൊട്ടുക എന്നാണ് പറയുന്നത്. അത് ഉണങ്ങി, അതിന് പരുവമുണ്ട്. ഉണങ്ങി ചിക്കുപായുടെ മൂല വെച്ച് ഒന്ന് തിരുമിച്ച് എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉണക്കിൻ്റെ പരുവം. അല്ല ഉണക്കി അവിടെ വെക്കും. 4 മണി വിട്ട് വീട്ടിൽ വന്നാൽ അന്നേരം നെല്ല് കുത്തിക്കാൻ പോണേ, ഞാനാ പോകുന്നത്. 4 പറ നെല്ലും 5 പറ നെല്ലും കാണും, തലയിലോട്ട് വെച്ച് തരും, കൊണ്ട് കുത്തിച്ച് നടക്കണം. ഒരു 5-6 പാലം കയറി അറക്കെ ചാക്കോച്ചൻ്റെ മില്ലിൽ കൊണ്ടാണ് കുത്തിക്കുന്നത്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ചെയ്തേ ഒക്കുള്ളൂ. 5 പറ നെല്ലൊക്കെ കാണും, തലയിലോട്ട് വെച്ചു. നെല്ലും ചുമന്നുകൊണ്ട് വീട്ടിൽ നിന്ന് എത്ര പാലം കയറണം? തോട്ടായിൽ അപ്പച്ചൻ്റെ പാല്, അവിടുത്തെ ഔസപ്പച്ചൻ്റെ അവിടുത്തെ റേഷൻ കട അവിടുത്തെ പാലം, അത് കഴിഞ്ഞ് ഔസപ്പച്ചൻ്റെ വീടിൻ്റെ അവിടെ ഒരു പാലം, അതിന് വേറെ 4 പാലം. ഞാൻ ഉള്ള കാര്യമായി പറയുന്നത്, അതുകൊണ്ടാണ് കൃത്യം പറയുന്നത്. അല്ല നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഇളകിയതൊന്നുമല്ല. അവിടെ കൊണ്ട് കുത്തിക്കണം. കുത്തിച്ചാലോ അത് തവിട് ഉമിയും തരം തിരിച്ചു കൊണ്ടുവരണം. ഉമിയും തവിടും തരം തിരിക്കണമെന്ന് ഓരോരുത്തർ കുത്തിക്കാൻ നിൽക്കുകയല്ലേ. അപ്പം നമ്മുടെ ഉമി വാരാൻ ചാക്കൊക്കെ ഇട്ട് മൂടിയ ഇതിനകത്തോട്ട് ഉമി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉമിയെടുത്ത് വേറെ ആ ചാക്കിൻ്റെ ഏറ്റവും അടിയിലെ അരി, പിന്നെ ഉമി. അതുകൊണ്ട് ഒരു കാര്യം പറയാം, അതും പറയാം. ദൈവകൃപയെ ശരണപ്പെട്ട് പറയുക. നാളെ എന്താണെന്ന് അറിയത്തില്ല. ലോകത്തിൻ്റെ എവിടെ കൊണ്ടിട്ടാലും ഒരു കുഴപ്പമില്ല. ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ മതി. വീട്ടിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇതിപ്പോൾ പറഞ്ഞ് പിള്ളേരെ തല്ലരുത്, അതിന് പിള്ളേരെ വഴക്ക് പറയരുത്, അതിന് അവരുടെ മാനസിക വളർച്ചയ്ക്ക് പിള്ളേരെ ഒന്നും ഇപ്പം അങ്ങനെ പിള്ളേരെ അടിക്കണമെന്നാണ് വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. തെറ്റ് ചെയ്താൽ പൊട്ടിപ്പോകത്തക്ക തല്ല്, ബാലന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ, അങ്ങനെയൊക്കെയാണ് വേറെ പുസ്തകത്തിലെ വാക്യം. ഇതിന് കടകവിരുദ്ധമായി. ഇപ്പം പിള്ളേരെ തല്ലരുത്, അതിന് പിള്ളേരുടെ മാനസികമായിട്ട് അവർക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പകലും ചുസൂട്ടിച്ചു, വൈകിട്ടും ചുസൂട്ടിച്ചു. എന്നെ പരിചയമുള്ള പലരും ഉണ്ട്. സുബിനുമുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് പരിചയം. പോൾസം പാസ്റ്റർക്ക് വർഷങ്ങളായിട്ട് അറിയാം. എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? സത്യം പറയടാ. എൻ്റെ കൂടെ വണ്ടിയെ വന്നിട്ടില്ലേ? എന്നെ ഇടിക്കുവോ പിച്ചുവോ മാനസികമായിട്ട് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറയണം. ഇഷ്ടം പോലെ തല്ല് മേടിച്ചതാ, ഒരു കുഴപ്പവും ഇല്ല. എന്ന് വെച്ച് പിള്ളേരെ ചുമ്മാ തല്ലരുത്, അങ്ങനെ വളർത്തണം. പെട്ടെന്ന് നിർത്തണം. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം. അപ്പനോടും അവൻ സമ്മതിച്ച്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അവൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അവൻ പറഞ്ഞ് ബഹുമാനിക്കാൻ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും അമ്മയൊരു ജോലി പറഞ്ഞാൽ എതിര് പറയാതെ ചെയ്തു കൊടുക്കണം. അമ്മയല്ലേ പറഞ്ഞേ, അമ്മയല്ലേ പറഞ്ഞേ, അമ്മയാ പറഞ്ഞത്. നിനക്ക് ദോഷം വരാൻ നിൻ്റെ അമ്മയൊന്നും പറയത്തില്ല, നീ അത് ചെയ്തു കൊടുത്താൽ നിനക്ക് അനുഗ്രഹമാണ്. അപ്പനല്ലേ പറഞ്ഞത്, നിന്നെ ജനിപ്പിച്ച അപ്പനാ. നിനക്ക് അപ്പന് കരുണയല്ലേ തോന്നുന്നേ, അപ്പന് കരുണയാ തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കും അപ്പൻ കോപിച്ച, അല്ലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കരുണയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ബാക്കി ഭാഗം ഇന്ന് പറയുന്നില്ല. ഗുണമാകാനാന്ന് ഇത്രയും പോരെ, പറ പോരെ.
ഗുണം പിടിക്കാനും നന്നാകാനും ഗുണം വരാനാണ്. ഇതൊക്കെ മതി, ഇത് തന്നെ ധാരാളം. എന്തായാലും നിങ്ങൾ പകലും വൈകിട്ടും സഹകരിച്ചല്ലോ. എനിക്ക് വേണ്ടിയും അവിടുത്തെ സഭ, കുടുംബം, കൂട്ടുവേലക്കാരി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 9:30 1-2 മിനിറ്റ് മുമ്പ് നിർത്താമെന്ന് പറഞ്ഞാണ്ട് 2-3 മിനിറ്റ് കൂടെ ഉണ്ട്, നിർത്തുക. ചിലർ ധരിച്ചത് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളി 10 മണി വരെ എടുക്കുക, അങ്ങനെയൊന്നും എടുക്കുകയില്ല. അപ്പം നമുക്കിന്ന് ഇങ്ങനെ അങ്ങ് സമർപ്പിക്കാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നിരാശപ്പെട്ടു പോകരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, പതറിപ്പോകരുത്. ശക്തമായി പ്രാർത്ഥിച്ച് നമുക്ക് ബലപ്പെടാം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളിടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. ഓ പാപം പോക്കിടൂ, പാപം പോക്കിടൂ, നിൻ രോഗം നീക്കിടൂ, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ കൈയടിച്ച് ചേർന്ന്. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഒരു മിനിറ്റ് കുഞ്ഞുങ്ങളെല്ലാം മുട്ടയിലിരുന്നേ, മുടങ്ങാലയിലിരുന്നേ, കൈയടിച്ച് പാടാൻ. എടേ മുട്ടയിലിരിക്കാൻ, മുട്ടയിലിരിക്കും. എങ്ങനെയാ മുട്ടയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന്, പിള്ളേരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഇരിക്കും, മുട്ടയിലിരിക്കും. കൈയടിച്ച് ശരിക്ക് പാട്ട് പാടി ആത്മാവിൽ അങ്ങോട്ട്. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. ഓ പാപം പോക്കിടൂ, നിൻ രോഗം നീക്കിടൂ, അവൻ പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ, അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. മഹത്വരാജനായിരിക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായിരിക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസേനത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരിച്ചുവല്ലോ. ദൈവസേനത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുക, വിനയേകുക, ഓ ജീവരക്തയേകനായി ചൊരിഞ്ഞുവല്ലോ, ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. അത് മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. അത് രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. ഓ അവൻ ഉരേകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴക്കിടട്ടെ. ഓ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. ഓ അവൻ ഉരേകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴക്കിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, മരണബന്ധനങ്ങളെ വിട്ടുപോരുന്നേ. മരണബന്ധനങ്ങളെ ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ.
രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി. ഓ മഹത്വരാജന നിന്നിടക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകനേശുവിൻ സന്നിധിയിൽ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി. ഓ മഹത്വരാജന നിന്നിടക്കുന്നവർ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടും. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും വൈകിട്ട് കൂടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ആദരണീയ കർത്തദാസനും മാന്യ സഭയ്ക്കും ചുമതലപ്പെട്ടവർ സുബിനും വിളിച്ചു, ബിറ്റു വിളിച്ചു, ആമൻ ചുമതലപ്പെട്ടവർ വിളിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പോരാടാം, പ്രാർത്ഥനയിൽ ഉദ്ധരിക്കാം. ശുശ്രൂഷയിൽ സഹകരിച്ചവർക്ക് നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. പ്രാർത്ഥനയിൽ നിങ്ങളും എളിയവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ നിൽക്കുന്നു. ഇനിയും പ്രാർത്ഥന ആവശ്യം. ദൈവം ആശീർവദിക്കും. വീണ്ടും പ്രാർത്ഥിക്കാം. സ്ഥാപന വിലദാസൻ പാസ്റ്റർ ഷിബുദാനിയിൽ മുന്നോട്ട് നിന്നും പ്രാർത്ഥിക്കും. കമാൺ ഷിബുകുമാർ. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. കഴിഞ്ഞ പകലും ഇന്ന് രാത്രിയിലും ഈ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള അവസരം കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് എടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ശക്തമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടുന്ന ദൈവമക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണമേ. കഴിഞ്ഞ പകലും ഇന്ന് രാത്രിയിലും അതിന് സംസാരിച്ച കർത്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശേഷ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ദൈവം കൂട്ടിവരുത്തിനായി സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ പൊരുതുവാൻ, പ്രാർത്ഥനയിൽ കർത്താവിനോട് അപേക്ഷിപ്പാനൊക്കെ അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങളെ വരുത്തിക്കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ പാളിച്ചുള്ളതെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായി പ്രാർത്ഥിപ്പാൻ ക്രമ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസഭയും ദൈവമക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ ഞങ്ങളെ പൊതിയണമേ. സമാധാനത്തോടെ ഞങ്ങളെ ഭവനങ്ങളിലേക്ക് അയക്കണം. ദൈവകൃപയിൽ സൂക്ഷിക്കണം. ഇനി ഒരുമിച്ച് കൂടുവോളം ദൈവകൃപയിൽ പൊതിയണമേ. പ്രാർത്ഥനയും യാതനകൾ കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സർവബഹുമാനം സർവ മഹത്വം സ്തുതിയും സർവബഹുമാനം സർവ മഹത്വം സ്തുതിയും സർവേശ്വരനായ യഹോവയ്ക്കും ദാനമേ. സർവേശ്വരനായ യഹോവയ്ക്കും ദാനമേ. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി
ോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സ്തോത്രം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നടത്തിപ്പും കാവലും സൂക്ഷിപ്പും പരിപാലനവും നമ്മോടും കൂടപ്പെട്ട ദൈവമക്കളോടും വചനം കേട്ട സകല പ്രിയപ്പെട്ടവരുടെ മേലും അവിടെയും ഇവിടെയും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകലും രാത്രിയിലും പുത്രൻ മുഖാന്തരം ജയം നൽകിയ കർത്താവിന് കരമുയർത്തി ഹല്ലേലൂയ പാടാം.